എന്താണ് അപ്പൂസേ, എന്ത് പറ്റി? കുറച്ചു കാലമായിട്ട് ഇതുപോലത്തെ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് കാശിന് നല്ല ടൈറ്റ് ആണല്ലേ? ജീവിതത്തിൽ പണി കിട്ടി മൂഞ്ചി തെറ്റിയിരിക്കുന്ന ഒരാളെടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കൊച്ചു പറഞ്ഞത്. ഇവരൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരല്ല, നമ്മളെ ഈ തട്ടിപ്പിലോട്ട് ചേർത്തിട്ട് നമ്മുടെ പൈസ ഊറ്റാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഒക്കെ തട്ടിപ്പാണ്. ഇവരൊക്കെ വലിയ ഫ്രോഡുകളാണ്. ഇവർ പറയുന്ന ഒരു വാഗ്ദാനം പോലും വിശ്വസിക്കരുത്. ഏറ്റവും അഡിക്റ്റുള്ള ഒരു ഗെയിം ഞാൻ കണ്ടെത്തി, ക്രാഷ്. അതെ, അതെനിക്ക് കളിക്കാതിരിക്കാൻ കഴിയുന്നതേ. അത് ശരി, ഇപ്പൊ ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നത് അഡിക്റ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ടാണോ? ഈ ക്രാഷ് ഗെയിം കളിക്കുന്നത് എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. ഇത് വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം. 10,000 രൂപ വെറ്റ് വെച്ച് 28,000 രൂപ നേടി. എന്താണ് അപ്പൂസേ, എന്ത് പറ്റി? കുറച്ചു കാലമായിട്ട് ഇതുപോലത്തെ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് കാശിന് നല്ല ടൈറ്റ് ആണല്ലേ? അപർണ കേശാജിയുടെ ഈ പരസ്യം എന്ന ഇല്ലീഗൽ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പിന്റെയാണ്. ഇത് ഇന്ത്യയിൽ പലതവണ നിരോധിച്ചാണ്. എന്നാലും അവർ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്ത് വരുന്നു. ഞാനിവിടെ ഈ ആപ്പിന്റെ പേര് സെൻസർ ചെയ്ത് അത് യൂട്യൂബിൽ പറഞ്ഞാൽ ഇപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് പുതിയൊരു മാർഗനിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. YouTube is cracking down on such content. It has announced some new policies to curb the distribution of online gambling content on its platform. വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണമില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് ഇതേപോലത്തെ തട്ടിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചെയ്ത ഇൻസ്റ്റാഗ്രാമും ഭാവിയിൽ ഇതുപോലെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്രാഷ് ഗെയിം കളിച്ച് നമുക്ക് ശരിക്കും ക്യാഷ് നേടാൻ കഴിയും. പ്ലെയിൻ ക്രാഷ് ആവുന്നതിന് മുമ്പ് വിൻ ചെയ്ത ക്യാഷ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇവർ ഈ കളിച്ച് കാണിക്കുന്ന കളി എന്താണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു വിമാനം മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ആ വിമാനം എവിടെ വരെ പോകും എന്നാണ് നമ്മൾ ബെറ്റ് ചെയ്യുന്നത്. പൈസ വെച്ചുള്ള കളിയാണ്. ഈ വിമാനം പൊങ്ങുന്നതിന് മുന്നേ നമ്മൾ പൈസ വെച്ച് ബെറ്റ് ചെയ്യണം. വിമാനം പൊങ്ങുന്തോറും ഇവിടെ 1x 2x 3x എന്നിങ്ങനെ ഒരു കണക്ക് കാണിക്കുന്ന കാണാം. വിമാനം എപ്പോൾ വേണേലും ക്രാഷ് ആകും. നമുക്ക് ഈ വിമാനം പൊങ്ങി തുടങ്ങിയാൽ ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് 3x വരെ പോകും എന്ന് വെച്ചിരിക്കുകയാണെന്ന് കരുതിക്കോ. ഇവിടെ വിമാനം 3x എത്തിയപ്പോൾ ക്യാഷ് ഔട്ട് അടിച്ചാൽ നമ്മൾ വെച്ച തുകയുടെ 3 ഇരട്ടി നമുക്ക് കിട്ടും. പക്ഷേ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിമാനം 3x വരെ പോകണമെന്നില്ല. അത് 3x ആവുന്നതിന് മുന്നേ തന്നെ ക്രാഷ് ആവും. അങ്ങനെ വന്നാൽ നമ്മൾ വെച്ച പൈസ മൊത്തം പോകും. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് എത്ര വലിയ ഉടായിപ്പാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതിലൊന്നും പോയി തല വെക്കാതിരിക്കുക. ഇതൊക്കെ വലിയ ഉടായിപ്പാണ് എന്നതിലുപരി ഇത് ഹൈലി അഡിക്റ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ട്രാപ്പാണ്. ഏറ്റവും അഡിക്റ്റുള്ള ഒരു ഗെയിം ഞാൻ കണ്ടെത്തി, ക്രാഷ്. അതെ, അതെനിക്ക് കളിക്കാതിരിക്കാൻ കഴിയുന്നതേ ഇല്ല. ഈ ക്രാഷ് ഗെയിം കളിക്കുന്നത് എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. ഇത് വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം. ഗാംബ്ലിംഗ് അഡിക്ഷൻ എന്നത് ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല അതും പറഞ്ഞല്ല ഇതുപോലെ പരസ്യം ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഗാംബ്ലിംഗ് ആപ്പുകൾ കാരണം ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇതുപോലത്തെ ഗാംബ്ലിംഗ് ആപ്പുകളിൽ പോയി പൈസ ഇട്ട് അഡിക്റ്റ് ആയി പോയി പിന്നീട് വലിയ കടക്കണിയിൽ പെട്ട് പോകുന്നതുകൊണ്ടാണ്. ഞാൻ ധ്യാൻ ശ്രീനിവാസൻ പ്രൊമോട്ട് ചെയ്യുന്ന ചുപ്പി എന്ന ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുപ്പി പോലത്തെ ആപ്പുകളെ പറ്റിയും ഗാംബ്ലിംഗ് ആപ്പുകളെ പറ്റിയും ഒക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ആപ്പുകളിലൊക്കെ അഡിക്റ്റ് ആയി പോയി ഒരുപാട് ആൾക്കാർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ചിലരെന്നോട് പറഞ്ഞത് ഇതുപോലത്തെ ആപ്പുകളിലൊക്കെ പോയി ഗാംബിൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കാതെ ഇരിക്കുമ്പോൾ അവർക്ക് കൈ വരയ്ക്കുന്നുണ്ട് എന്നാണ്. അതായത് ഒരു സ്മോക്കിംഗ് അഡിക്റ്റിനോ ആൽക്കഹോൾ അഡിക്റ്റിനോ ഒക്കെ അത് യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ കൈ വരക്കില്ലേ, അതുപോലെയാണെന്നാണ് പറയുന്നത്. ചിലർക്കാണെങ്കിൽ പൈസ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വെക്കാൻ പേടിയാണെന്നാണ് പറയുന്നത്. കാരണം അക്കൗണ്ടിൽ പൈസ കണ്ടാൽ അവർ തന്നെ അത് അറിയാതെ എടുത്ത് ഇതിലൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. കുറെ ആൾക്കാർ സംസാരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും പറയാം, ഗാംബ്ലിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല. ഡ്രഗ് അഡിക്ഷൻ പോലെയോ ആൽക്കഹോൾ അഡിക്ഷൻ പോലെയോ മനുഷ്യനെ കൊല്ലുന്ന ഒന്ന് തന്നെയാണ്. ഗാംബ്ലിംഗ് അഡിക്ഷൻ ഒരു മാരക അസുഖം തന്നെയാണ് ശരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഗാംബ്ലിംഗ് അഡിക്ഷനെ പറ്റി ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപർണിട്ട സ്റ്റോറിക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. പ്ലീസ് സ്റ്റോപ്പ് ബെറ്റിംഗ്. ഉളുപ്പില്ല ചൂല് ശവം 1M അക്കൗണ്ട് ഉടനെ തന്നെ അടിച്ചു. ഗാലറി നമുക്ക് എതിരാണല്ലോ അപ്പൂസ. അല്ലെങ്കിൽ എന്താ തന്റെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്? എടോ, നമ്മൾ ഏകദേശം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ട് ഒരു വർഷത്തോളമായി. ഇപ്പോഴും നീ നിന്റെ സാലറിയാണ് എന്നെ നോക്കുന്നത്, കാര്യങ്ങൾ ഫുള്ള് ചെയ്യണത്. നേരെ തിരിച്ചാണെങ്കിലോ 2 സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നോക്കി, 2 ഫെയിലായി. കഷ്ടം തന്നെ. 2 സ്റ്റാർട്ടപ്പ് തുടങ്ങി, 2ഉം ഫെയിലായി. ഞങ്ങള് കുറച്ച് പൈസ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു 1-2 ഐഡിയ തരട്ടെ. ഒന്ന് ജോലിക്ക് പോവാ. 2 സ്റ്റാർട്ടപ്പ് ഫെയിലായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, സ്റ്റാർട്ടപ്പ് ഒന്നും നമുക്ക് പറഞ്ഞുള്ള കാര്യമല്ല. ആ വഴിക്ക് തന്നെ പോകരുത്. മാത്രമല്ല കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ വേണ്ടത് ഒരു ജോലി തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നാണെങ്കിൽ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റിൽ റൈഡറായിട്ട് ജോയിൻ ചെയ്യുക. ഒരു സ്ഥിരമായ വരുമാനം കിട്ടുന്ന ഒരു ജോലി കിട്ടുന്നവരെ പിടിച്ചു നിൽക്കാൻ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഞാൻ പറയുന്നത് എന്തായാലും കേൾക്കാൻ പോകുന്നില്ല എന്നറിയാം. നമുക്ക് എന്തായാലും ദേവിക എന്താ പറയുന്നത് നോക്കാം.
ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വന്നത്. നിന്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നീ ഗ്ലോബൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ? അത് നീ ഗ്ലോബൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗ്ലോബൽ ബിസിനസ്സാ? ബാക്കി പറ. അതിൽ നിനക്ക് ഡെയിലി ഒരു ഇൻകം കിട്ടും. പിന്നെ നീ സ്റ്റാർട്ടിങ് ഒരു 10K ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 150% വരെ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കോൺട്രാക്ട് സ്റ്റോപ്പ് ആവത്തുള്ളൂ. ജീവിതത്തിൽ പണി കിട്ടി മൂഞ്ചി തെറ്റിയിരിക്കുന്ന ഒരാളെടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കൊച്ചു പറഞ്ഞത്. ആകപ്പാടെ കയ്യിൽ ബാക്കിയുള്ള പൈസ കൊണ്ടുപോയി എന്തിലിടാൻ? ഗ്ലോബൽ ബിസിനസ്സിലിടാൻ. ഇപ്പൊ നിന്റെ ടെൻഷൻ മാറിയില്ലേ? പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഗ്ലോബൽ ബിസിനസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ റിപ്ലൈ. മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്രിപ്റ്റോയിലോ ഫോറക്സിലോ ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റേ അല്ല, ഗ്ലോബൽ ബിസിനസ്സിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം ആയിരിക്കും നമുക്ക് ഡെയിലി കിട്ടുന്നത്. അതായത് ഇപ്പോൾ ബ്രോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഒരു 150% ഒരു റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. അതായത് ഇപ്പോൾ ബ്രോ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് റിട്ടേൺസ് കിട്ടും. അതൊരു 150% റിട്ടേൺസ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബ്രോ ഇപ്പോൾ ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് $1500 ആയിട്ട് ബ്രോയിന്റെ റിട്ടേൺസ് കയറും. ഓക്കെ, ചെറിയ കളിയല്ല, $1000 ഒക്കെ കാര്യമാണ് ഈ പറയുന്നത്. അതും 150% റിട്ടേൺസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇയാളോട് എന്റെ കയ്യിൽ $1000 ഒന്നുമില്ല, മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു $100 മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരിക. മിനിമം ഇൻവെസ്റ്റ്മെന്റ് $100 സ്റ്റാർട്ട് ചെയ്താൽ ഒരു $150 ആയിട്ട് റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ ബ്രോയിൻ്റെ $100 എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ ബ്രോ ജസ്റ്റ് ഒന്ന് ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിലൊരു വാലറ്റും ട്രസ്റ്റ് വാലറ്റും മാത്രം. അപ്പൊ ഇയാൾ പറഞ്ഞ ട്രസ്റ്റ് വാലറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിപ്റ്റോ കറൻസി വാലറ്റ് ആണ്. നമുക്കിതിൽ ക്രിപ്റ്റോ വാങ്ങാനും അയക്കാനും പറ്റും. ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ $100 വർത്ത് ക്രിപ്റ്റോ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ അപ്പൊ ഈ ഗ്ലോബൽ ബിസിനസ് എന്താ, ഒരു കമ്പനിയുടെ പേരാണോ അത്? ഇവരെങ്ങനെയാണ് 150% റിട്ടേൺസ് ഓഫർ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഇതേ കാര്യം ഇയാളുടെ ചോദിച്ചു. ഇതൊന്ന് കേട്ടു നോക്കൂ. ഇത് കമ്പനിയുടെ പേരല്ല, അതായത് ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന ബിസിനസ്സിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുകയല്ല ഇതിൽ. അതാണ് ഈ പറയുന്നത്, ഗ്ലോബലി നടക്കുന്ന ബിസിനസ്സിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഈ ലോകം മുഴുവൻ നടക്കുന്ന ബിസിനസ്സിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു റിട്ടേൺസ് നമുക്ക് ഡെയിലി ട്രസ്റ്റ് വാലറ്റിലോട്ട് ഡയറക്റ്റ് വരുന്നു. കേട്ടില്ലേ, ലോകത്തെ മൊത്തം ബിസിനസ്സുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. എന്തോ എങ്ങനെ എന്താ ഇപ്പൊ പറയും, ഇവനൊക്കെ പക്ക സ്കാമറാണ്. തട്ടിപ്പ് നടത്തിയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇതൊരു പോൺസി സ്കീമിന്റെയോ അല്ലെങ്കിൽ പിരമിഡ് സ്കീമിന്റെയോ ആൾക്കാർ ചെയ്യുന്ന ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കുമെന്ന്. കാരണം നമ്മൾ ആദ്യം ഒരു തുക ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ഡെയിലി റിട്ടേൺസ് ഓഫർ ചെയ്യുന്ന പലതരം പോൺസി പിരമിഡ് സ്കീമുകൾ നാട്ടിലോടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അപ്പെക്സ് ടോക്കൺ, ഇൻഫിനിക്യൂഎക്സ്, വീത്തർ എന്ന് തുടങ്ങി പലതുമുണ്ട്. ഇതുപോലത്തെ പൂട്ടിപ്പോയൊരു തട്ടിപ്പിന്റെ വീഡിയോ ഞാൻ ഈയിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മോറിസ് കോയിന്റെ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് ഒരു പോൺസി സ്കീം നടത്തുകയാണ്. പോൺസി സ്കീം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് ഇതേപോലെ റിട്ടേൺസ് ഓഫർ ചെയ്യുക. ഈ റിട്ടേൺസ് ഓഫർ ചെയ്യാനുള്ള പൈസ എവിടെ നിന്നല്ലേ? ഇവിടെ ഗ്ലോബൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ അങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല. പുതിയ ആൾക്കാർ കൊണ്ടുവരുന്ന പൈസ എടുത്ത് പഴയ ആൾക്കാർക്ക് കൊടുക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. വെറും റോളിംഗ് ആണ്. ഇതുപോലത്തെ സ്കീമുകൾ ഇന്ത്യയിൽ ബാൻഡ് ആണ് കാലങ്ങളായിട്ട്. ഞാൻ നേരത്തെ സംസാരിച്ച ആളൊക്കെ അറസ്റ്റിലാവേണ്ട കേസാണ് ശരിക്കും പറഞ്ഞത്. ഇതിലൊന്നും പോയി ചാടല്ലേ. എസ്പെഷ്യലി ഇതുപോലത്തെ കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്കും കേട്ടിട്ട് ഈ വീഡിയോയ്ക്ക് വന്ന ചില കമന്റ്സ് നമുക്ക് നോക്കാം. ഇതുപോലെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് സമാധാനമായേനെ. എന്റെ പൊന്നു ബ്രോ, ഇതുപോലെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ തീർന്ന് ഖത്തം, ബൈ ബൈ, ടാറ്റ. സെറ്റ് ബിസിനസ് എടാ, പൊളിയാ, ഡെയിലി ഇൻകം ഉണ്ട്. ഒന്ന് ക്ഷമയോടെ ഇരുന്നാൽ മതി. ഫേക്ക് അക്കൗണ്ടാണ്, നമ്മൾ നേരത്തെ സംസാരിച്ചവന്റെ അക്കൗണ്ട് തന്നെയായിരിക്കും മിക്കവാറും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, താങ്ക് യു ബ്രോ, വീണ്ടും ഫേക്ക് അക്കൗണ്ട്. ഫ്രീ ഫയർ അല്ലെങ്കിൽ പബ്ജി അങ്ങനത്തെ ഗെയിംസ് കളിച്ച് നിങ്ങൾ ഇപ്പോഴും ടൈം കളിയാണ്, നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. ആമി അശോക് ഇതുവരെ ഫ്രീ ഫയറോ പബ്ജിയോ ഒന്നും കളിക്കാത്ത ഒരാളാണെന്ന് തോന്നുന്നു. കാരണം നമ്മളൊന്നും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഒരു ഗെയിം കളിക്കുന്നത്. പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് പറഞ്ഞത് ടിക് ടാക് ടോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഒരു സീക്രട്ട് കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവർ പറയുന്ന ടിക് ടാക് ടോ ഗെയിം? ആമി കാണിച്ചത് ശരിക്കും ചിറ്റ ഗെയിംസ് എന്ന് പറഞ്ഞ ഒരു റിയൽ മണി ഗെയിമിംഗ് ആപ്പിന്റെ പരസ്യമാണ്. ഗാംബ്ലിംഗ് പോലത്തെ ഒരു ആപ്പാണ് ഈ ചിറ്റ ഗെയിംസ്. ഇതാണ് ആപ്പ്. ഇതിൽ ടിക് ടാക് ടോ, ലുഡോ, ക്യാരം, 8 ബോൾ പൂൾ തുടങ്ങി പലതരം പൈസ വെച്ച് കളിക്കുന്ന
കളിക്കുന്ന ഗെയിമുകൾ കാണാൻ സാധിക്കും. 3 രൂപ തൊട്ട് 2000 രൂപ വരെ വെച്ച് നമുക്ക് കളിക്കാം. അതായത് ബേസിക്കലി നമ്മൾ ഈ ഗെയിമുകളിലൊക്കെ ബെറ്റ് വെച്ച് കളിക്കുകയാണ്. 3 രൂപ വെച്ച് കളിച്ചാൽ നമുക്ക് 5 രൂപ കിട്ടും. തോറ്റാൽ ആ 3 രൂപ പോവുകയും ചെയ്യും. ടിക് ടാക് ടോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു സീക്രട്ട് കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസും കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ഡെയിലി ഒരു 1500 മുതൽ 1000 എബോ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റും. ആമി പറയുന്ന പോലെ ഈ ഗെയിമിൽ നിന്നും 1500 രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നല്ലേ? 5 രൂപ വെച്ച് തുടങ്ങണമെങ്കിൽ, അതായത് ആമിയുടെ കോഡ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ 62 കളികൾ കളിക്കണമെന്നല്ല, ജയിക്കണം. ഇതിലേതെങ്കിലും കളി തോറ്റാലോ നമ്മുടെ പൈസ പോവുകയും ചെയ്യും. ഞാൻ എന്തായാലും ആമി തന്ന കോഡ് വെച്ച് ഈ ആപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 5 രൂപ വെൽക്കം ഓഫർ ആയിട്ട് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. 1500 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണമല്ലോ. 3 രൂപ വെച്ച് ആദ്യം ഒരു ഗെയിം കളിച്ചു, അത് തോറ്റു. എടുത്തു പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കളിക്കുക. നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തം മാത്രം കളിക്കുക. ഞാനൊരു ഉത്തരവാദിയല്ല. നിങ്ങളെ പൈസ പോയാലും അപ്പൊ ശ്രദ്ധിച്ച് കളിക്കുക. വേണമെങ്കിൽ മാത്രം കളിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കണ്ടില്ലേ, ഇതിലൊക്കെ കൊണ്ട് പൈസ ഇട്ടാൽ നമ്മുടെ പൈസ പോവുമെന്ന് ആമിക്ക് നല്ലോണം അറിയാം. പിന്നെ ഇങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ട് ആമിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. കാരണം ഇതുപോലത്തെ ആപ്പുകളിലൊക്കെ കൊണ്ടുപോയി പൈസ ഇട്ട് പൈസ പോയാൽ അതിന് ഉത്തരവാദി ഈ പർസൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. ഇന്ത്യയിൽ ഒരു ഇൻഫ്ലുവൻസർ ഒരു പർസൻ ചെയ്താൽ അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ഉത്തരവാദികൾ തന്നെയാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. മെയ് 8, 2024 സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് മിസ്ലീഡിംഗ് ആഡ്സിനെ കുറിച്ചാണ്. അതായത് ആമി ചെയ്ത പരസ്യമുണ്ടല്ലോ, ഗെയിം കളിച്ച് 1500 രൂപ ദിവസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പരസ്യം, ഇതുപോലത്തെ പരസ്യങ്ങളെ പറ്റി തന്നെയാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. എന്തായാലും ആമി ഇപ്പൊ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ എനിക്ക് 5000 രൂപ അടുത്ത ആഴ്ച തിരിച്ചു തരാം. നിനക്ക് 5000 രൂപ അങ്ങോട്ട് ചോദിക്കേണ്ടി എന്തിനാ ഈ പൈസ എന്ന്? അതെനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകാനാ. എങ്ങനെ ഇരിക്കണം? അല്ലല്ലോ ഇങ്ങനെയാണല്ലോ. എനിക്കെല്ലാം കാശില്ല. ഈ കാലില്ലാത്ത ചികിത്സിക്കാൻ അവന്റെ കൊടുക്കാൻ കാശുണ്ട്. എന്തുവാ അലി പറയണത്? നീ ക്യാഷ് അയച്ചുള്ളൂ. നിന്റെ അവിടെ ഇത്രയും ക്യാഷ്. അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ സാലറി. ജോലിയോ? എന്ത് ജോലി? അദ്ദേഹം വീട്ടിലിരുന്ന് ഓൺലൈൻ ജോബ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാ. അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണും നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ജോലി ചെയ്യും. 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ജോലി ചെയ്യാം. 10ാം ക്ലാസ് മതി ഇതിന്റെ ക്വാളിഫിക്കേഷൻ. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇതിന് മന്ത്ലി 10 to 30K വരെ ഏൺ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയോ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലോ. ഞാൻ ഈ പറഞ്ഞ അക്കൗണ്ട് തിരഞ്ഞു പോയി. നിജ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഈ അക്കൗണ്ട് ഇപ്പൊ കാണാനില്ല. മിക്കവാറും ആൾക്കാർ സ്കാം എന്ന് പറഞ്ഞ റിപ്പോർട്ട് അടിച്ച് പൂട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഇതെന്താ സംഭവം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇവർക്ക് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കി. അപ്പൊ തന്നെ ഇത് എന്ത് തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. FE03 എന്താണ് FE03 എന്നല്ലേ? ഫോറവർ അല്ലെങ്കിൽ FLP എന്ന MLM കമ്പനിയുടെ ഒരു ടീമാണിത്. ഈ പറഞ്ഞ നീജ ഈ MLM കമ്പനിയിലെ ഒരു പ്രൊമോട്ടറാണ്. ഞാൻ ഇതുപോലെ FLPയിലുള്ള ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ച് അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. ഇവരെല്ലാം പ്രോമിസ് ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട്, എറണാകുളം ബേസ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അത് 30,000 രൂപ വരുമാനം തരുന്ന ഒരു ജോലിയാണെന്ന്. ഇതുപോലെ ഇവർ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യുന്ന കാണാം. നീ സ്കൂളിൽ പോകുമ്പോഴേ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കൂലേ, ആ സമയത്ത് ഞാൻ ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നു. ഒരു US ബേസ്ഡ് അമേരിക്കൻ കമ്പനിയാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പം വർക്ക് ചെയ്യാം. ഇതൊരു ഓൺലൈൻ ജോബാണ്. കുറച്ച് സമയം നമ്മൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ ദാ ഈ ഫോൺ കണ്ടോ, ഇത് മതി. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കാശുണ്ടാക്കാം. അപ്പൊ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വർക്കിംഗ് ഹോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് 18 വയസ്സും ഒരു സ്മാർട്ട് ഫോണും മാത്രം ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. ഓൺലൈൻ ജോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്കാം ആണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ ഇവർക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഇവർ നമ്മുടെ അടുത്ത് പറയും ഇന്ന് വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ട് എന്ന്. ഒരു സൂം മീറ്റിംഗ് ആണിത്. അതിൽ കയറിയാൽ ഇവരുടെ ആൾക്കാർ ഈ MLM കമ്പനിയെ പറ്റി ഇരുന്ന് തള്ളുന്ന കാണാം. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ബൈക്ക് കിട്ടി, കാറ് കിട്ടി, വീട് കിട്ടി എന്നൊക്കെ പറയുന്നത് കാണാം. മാത്രമല്ല ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പണക്കാരാവാന്നും പറയുന്നത് കാണാം. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്ത് പറയും ഇനി ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് എന്ന് പറയും. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിലും ഇതൊക്കെ തന്നെ ആയിരിക്കും പറയുക. ഈ കമ്പനിയെ പറ്റിയുള്ള കുറെ തള്ളുകൾ മാത്രമായിരിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കുക. ക്ലാസിന്റെ അവസാനമൊക്കെ ആവുമ്പോഴായിരിക്കും ഈ പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്താണെന്ന് പറയുക. കുറച്ച് അലോവേര പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ ഒരാഴ്ചത്തെ വിശദമായ ട്രെയിനിങ്ങിനൊടുവിലായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് പറയാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ 20,000 രൂപ തൊട്ട് 30,000 രൂപ വരെയുള്ള കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണമെന്ന്. അതായത് ഇവർ പറയുന്ന പോലെ ഇതൊരു ജോബ് ആയിരുന്നില്ല. ഇവർ നിങ്ങളെ ക്യാൻവാസ് ചെയ്ത് MLM കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇവരെ വിശ്വസിച്ച് ഒരു 30,000 രൂപ വെറുത്ത് വരുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്ന് വെച്ചോ, അപ്പോഴാവും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം.
കോമഡിയാണ്. നമ്മളിനി ചെയ്യേണ്ടത് ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞു പറ്റിച്ച് ആൾക്കാരെ ചേർക്കുകയാണ്. ഇവർ നമ്മളെ ചേർത്തില്ലേ അതുപോലെ. ഇതുപോലെ ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പലതരം പരസ്യങ്ങൾ ചെയ്യുന്നത് കാണാം. ഒരാളെ പോലും വിശ്വസിക്കരുത്. உங்க பேங்க்ல இந்த மாதிரி காசே இல்லையா? இல்ல அண்ணா, கையில் 5 பைச இல்ல. എന്തെങ്കിലും വഴിയുണ്ടോ? கவலைப்படாதீங்க, என்கிட்ட 25 லட்சம் ரூபாய்க்கு மேலேயே இருக்கு. അണ്ണൻ ഏത് ഭൂലോക റിച്ച്? പൈസയൊക്കെ വണ്ടിക്കകത്ത് കവറിലിട്ടോണ്ടാ നടക്കുന്നത്. ഒരു 2 ലക്ഷം ഇങ്ങോട്ട് അയക്കണ്ണ. நான் உங்களுக்கு சென்ட் பண்றேன். அதுக்கு முன்னாடி நம்ம பேஜை ஃபாலோ பண்ணிட்டு உங்களுக்கு எவ்வளவு வேணும் அப்படின்றத கமெண்ட் செக்ஷன்ல சொல்லுங்க. இப்போ நான் உங்களுக்கு ஒரு மெசேஜ் பண்ணிருப்பேன். அந்த மெசேஜ் என்ன ஃபாலோ பண்ணிட்டேன் அப்படின்றத கிளிக் பண்ணீங்க அப்படின்னா ஒரு டீடைல் வீடியோ வரும். அந்த வீடியோ ஃபுல்லா பார்த்துட்டு அந்த கீழே லிங்கை ரெஜிஸ்டர் பண்ணிட்டு அந்த குரூப்லயும் ஜாயின் பண்ணிட்டு மறக்காம அதோட ஸ்கிரீன்ஷாட் மட்டும் சென்ட் பண்ணுங்க. ശരി, അപ്പൊ പൈസ കൊടുക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലല്ലേ? ഇയാളുടെ പ്രൊഫൈൽ മൊത്തം ഇതുപോലത്തെ വീഡിയോകളാണ്. गाइस உங்ககிட்ட கையில காசே இல்லையா? கவலைப்படாதீங்க, என்கிட்ட 16,30,000 ரூபாய் இருக்கு. गाइस என்ன பாக்குறீங்க? கிட்டத்தட்ட இதுல 27 லட்சம் ரூபாய் இருக்கு. गाइस உங்களுக்கு தெரியுமா, நான்லாம் காலேஜ் படிக்கும் போதுல என்கிட்ட கையில ஒரு 500 ரூபாய் காசு கூட இருக்கவே இருக்காது. गाइस நான் சொல்ல போறத கேட்டீங்க அப்படின்னா நீங்க ரொம்பவுமே ஷாக் ஆயிருவீங்க. ஏன்னா இந்த வாரம் 6 நாள்ல நான் கலர் ட்ரேட் பண்ணி கிட்டத்தட்ட பாத்தீங்க அப்படின்னா ஒரு 3.25 லட்சம் ரூபாய் நான் இதுல இருந்து ப்ராஃபிட்டா எடுத்திருக்கேன். அதுக்கு மேலேயே எடுத்திருக்கேன். ஹலோ गाइस, இந்த பேக்ல என்ன இருக்குன்னு தெரியுமா? கிட்டத்தட்ட 12,70,000 ரூபாய் இருக்கு. நான் முழுக்க கலர் ட்ரேடிங்கை யூஸ் பண்ணி மட்டுமே இந்த ப்ராஃபிட் എടുത്തിരിക്കാൻ. എല്ലാത്തിലും ഇയാൾ പൈസ കാണിച്ച് മോഹിച്ച് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ചേർക്കുകയാണ്. അപ്പൊ ഇയാളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളത് എന്താണെന്നല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഓടിക്കാൻ നോക്കിയ ഒരു തട്ടിപ്പ് തന്നെ കളർ ട്രേഡിംഗ് തട്ടിപ്പ്. കളർ ട്രേഡിംഗ് എന്നത് ഒരു തരത്തിലുള്ള ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആണ്. ഇയാളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള ആവട്ടെ മുംബൈ എന്ന് പറഞ്ഞ ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആപ്പും ഇതിലൊരു വീഡിയോ കിടക്കുന്നുണ്ട്. ഇയാൾ എങ്ങനെ പ്രഡിക്ഷൻ നോക്കി ബെറ്റ് വെക്കണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇവർ പ്രഡിക്ഷൻ കൊടുക്കുന്നത് ഈ പ്രഡിക്ഷൻ നോക്കി കളിച്ചാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ പ്രഡിക്ഷൻ കൊടുക്കുന്ന ആരാ? ഈ ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആപ്പിന്റെ ആൾക്കാരും. ഇതേ പ്രഡിക്ഷൻ തന്നെ പല ഇൻഫ്ലുവൻസേഴ്സ് നടത്തുന്ന ടെലിഗ്രാം ചാനലിലും കാണാൻ സാധിക്കുന്നതാണ്. മല്ലു ഫാമിലി സുജിനെ പോലെയും നന്ദുനാഥിനെ പോലെയൊക്കെയുള്ള പല ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ ഏജന്റ് ആയിട്ട് നിന്ന് പ്രവർത്തിച്ചായിരുന്നു ഇതുപോലത്തെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ നടത്തിയത്. ഈ പറയുന്ന പോക്കറ്റ് മണി 96 എന്ന അക്കൗണ്ട് നടത്തുന്ന ആളും ഈ ഗാംബ്ലിംഗ് ആപ്പുകളുടെ ഒരു ഏജന്റ് ആണ്. ഇവരൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരല്ല. നമ്മളെ ഈ തട്ടിപ്പിലോട്ട് ചേർത്തിട്ട് നമ്മുടെ പൈസ ഊറ്റാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഒക്കെ തട്ടിപ്പാണ്. ഇവരൊക്കെ വലിയ ഫ്രോഡുകളാണ്. ഇവർ പറയുന്ന ഒരു വാഗ്ദാനം പോലും വിശ്വസിക്കരുത്. ഇതുപോലത്തെ വീഡിയോകളൊന്നും കണ്ട് ഇതിലൊന്നും പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. ഇതുപോലത്തെ കളർ ട്രേഡിംഗ് തട്ടിപ്പ് ആപ്പുകളെ പറ്റി ഞാൻ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. വൈകാതെ ഞാൻ യൂട്യൂബിലും ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. ഇതിൽ വേറൊരു കോമഡി കൂടി ഉണ്ട്. ഇയാളുടെ വീഡിയോകൾ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയോ? गाइस உங்ககிட்ட கையில காசே இல்லையா? गाइस உங்களுக்கு தெரியுமா, நான்லாம் காலேஜ் படிக்கும் போதுல என்கிட்ட கையில गाइस நான் சொல்ல போறத கேட்டீங்க அப்படின்னா நீங்க ரொம்பவுமே ஷாக் ஆயிருவீங்க. ஹலோ गाइस, இந்த பேக்ல என்ன இருக்குன்னு தெரியுமா? മനസ്സിലായില്ല? സൂം ചെയ്ത് നോക്കാം. गाइस உங்ககிட்ட கையில காசே இல்லையா? गाइस உங்களுக்கு தெரியுமா, நான்லாம் காலேஜ் படிக்கும் போதுல என்கிட்ட கையில गाइस நான் சொல்ல போறத கேட்டீங்க அப்படின்னா நீங்க ரொம்பவுமே ஷாக் ஆயிருவீங்க. ஹலோ गाइस, இந்த பேக்ல என்ன இருக்குன்னு தெரியுமா? ഇതൊക്കെ ഡബ്ഡ് വീഡിയോസ് ആണ്. അക്കൗണ്ടിൽ കാണിക്കുന്ന ആള് ഒരു തമിഴനല്ല ശരിക്കും. ഈ അക്കൗണ്ടിൽ കാണുന്ന ആളുടെ പേര് 1CR ബൈ അഥവാ അരജിത് ദർ എന്നാണ്. ഈ സൗണ്ട് കൊടുക്കുന്ന തമിഴൻ ഈ പറയുന്ന ഹിന്ദിക്കാരന്റെ വീഡിയോകൾ ചൂണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആൾക്കാരെ പറ്റിക്കുകയാണ്. കോമഡി എന്താന്ന് വെച്ചാൽ ഈ 1CR ബൈയും ഹിന്ദിയിൽ ഇരുന്ന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. मेरा बचपन का ज्यादातर टाइम इसी जगह पे बीता है. अगर 2-5 हजार लॉस करने के बाद आप रो रहे हो और आप सोच रहे हो कि आपकी बात की बात नहीं, पहला दिन है और बेटा ये भी बहुत जल्द गुजर जाएगा. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് മണി അണ്ണന്റെ കമന്റ് സെക്ഷൻ കോമഡിയാണ്. നേരെയായി നിന്ന് ആൾക്കാർ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദവി പണിക്ക് 5000 ബ്രോ പ്ലീസ് ഐഫോൺ വാങ്ങി കൊടുക്കുക ബ്രോ, കിട്ട നല്ല മൊബൈലല്ല. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല ഹിന്ദിക്കാർ വരെ വന്ന് പൈസ ചോദിക്കുന്നുണ്ട് ഇയാളുടെ അടുത്ത്. ഹായ് അണ്ണൻ പ്ലീസ് 3000 പപ്പ സ്കൂൾ ഫീസ് ഖത്തം പ്ലീസ് അണ്ണ പ്ലീസ്. ഹിന്ദിക്കാർ മാത്രമല്ല മലയാളികളും ഉണ്ട്. ഇതിനു മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫോൺ നമ്പർ അയച്ചിട്ടുണ്ട്, പക്ഷെ ഒരു മറുപടി പോലും ഉണ്ടായിട്ടില്ല. വീഡിയോ കംപ്ലീറ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ ലൈക്ക് അടിച്ചു, ഫോളോ ചെയ്തുകൊണ്ട്. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം പറ്റുമെങ്കിൽ എന്നെ ഒരു സഹായം ചെയ്യൂ. എനിക്കൊരു 10 രൂപ, ഒരു 10,000 രൂപ, എനിക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയാണ്. എന്നെ ഒന്ന് സഹായിക്കാൻ. എന്താ ഇതിനൊക്കെ പറയുക ഗൈസ്?